ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് മെയ് മാസം 1-ാം തീയതിയാണ്. പരിശുദ്ധ അമ്മയുടെ വണക്കമാസ വായന ആരംഭിക്കുന്ന ദിവസം. 31 ദിവസങ്ങൾ അമ്മയോടൊപ്പം യാത്ര ചെയ്യാം. നമുക്ക് ഈ വീഡിയോ ഇടുന്നത് ആരെങ്കിലും ഇത് മറന്നു പോവുകയാണെങ്കിൽ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. പരമാവധി എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വണക്കമാസത്തിൻ്റെ ഈ ഒരു മാസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു കൊച്ചു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നും പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഒരു പൂവെങ്കിലും കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ ഓർക്കാറുണ്ട്, സെമിനാരി പോരുന്നത് വരെയുള്ള കാലഘട്ടം ഒറ്റ ദിവസം പോലും മുടങ്ങാതെ അന്നൊക്കെ ഈ മതിലുകളില്ല, ഈ എതകളാണ്, എതകൾ എന്ന് പറഞ്ഞാൽ വേലികളാണ്, ചെമ്പരത്തി പൂവാണ് മെയിനായിട്ട് അവിടെ ഉണ്ടാവുക. അപ്പോൾ എല്ലാ ദിവസവും ഉച്ച കഴിയുമ്പോഴേക്കും പോയി ചെമ്പരത്തി പൂ പറക്കി അത് നൂലിൽ കെട്ടി കോർത്ത്, എന്നും വേളങ്കണ്ണി മാതാവിൻ്റെ രൂപമാണ് എൻ്റെ വീടിൻ്റെ ഉമ്മറത്തുള്ള കപ്പേളയിലിരിക്കുന്നത്. എല്ലാ ദിവസവും ഈ വണക്കമാസത്തിൻ്റെ 31 ദിവസവും ഈ മാല ചാർത്തി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിന് എനിക്ക് പ്രചോദനം തന്ന എൻ്റെ അമ്മൂമ്മയാണ്, അപ്പച്ചൻ്റെ അമ്മ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ദേവാലയത്തിലേക്ക് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് പോകുന്ന സമയത്തൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്ത് മേരി എന്ന് പറയുന്ന സഹോദരൻ, ചിരിയൻ മേരി എന്നാണ് വിളിക്കാറ്, ആ സഹോദരി എല്ലാ ദിവസവും ഇതുപോലെ മാല കെട്ടി കൊണ്ടുവന്ന് വണക്കമാസ തിരുനാൾ കൊണ്ടാടുന്ന ആ ഒരു മാസം മുഴുവനും മാതാവിന് മാല ചാർത്തി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരെ മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് കാണുന്നു. എനിക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴി ലഭിക്കാനായിട്ട് ഇടവരുന്നു. അപ്പോൾ ഇത് അമ്മയെ നമ്മൾ ബഹുമാനിച്ചാൽ അമ്മ നമ്മളെ വളരെ വിലപ്പെട്ടവരായി കാണും. അപ്പോൾ ഈ ഒരു മാസം മുഴുവനും വിശുദ്ധ കുർബാനയ്ക്ക് മുടങ്ങാതിരിക്കാം. കുർബാനയ്ക്ക് പോകുമ്പോൾ പറ്റുകയാണെങ്കിൽ ഒരു മാല, അതും പറ്റിയില്ലെങ്കിൽ ഒരു പൂവെങ്കിലും പരിശുദ്ധ അമ്മയുടെ അടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ചെയ്യില്ല എല്ലാവരും? അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. അമ്മയോടൊപ്പം ഈ മാസം നമുക്ക് യാത്ര ചെയ്യാം. നന്ദി.